1141 അടി നീളം, 136 അടി വീതി, 16 നിലകളിൽ ഒഴുകി നടക്കുന്ന കൊട്ടാരമെന്നോ അമ്യൂസ്മെന്റ് പാർക്കെന്നോ ഇതിനെ വിശേഷിപ്പിക്കാം. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകത്തെ ആദ്യ സ്മാർട്ട് കപ്പലാണിത്. അകത്ത് എന്തെല്ലാം ആഡംബര സൗകര്യങ്ങളുണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ എന്തില്ല എന്ന് ചോദിക്കുന്നതാകും സൗകര്യം. അകത്തെ ബയോണിക് ബാറിൽ പാനീയങ്ങൾ വിളമ്പുന്നതുവരെ റോബോട്ടുകളാണ്. ഇത് നോർത്ത് സ്റ്റാർ. കപ്പലിന്റെ മുകളിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്ന് 360 ഡിഗ്രിയിൽ കടൽ കാഴ്ചകൾ കാണാനുള്ള സംവിധാനം. സ്കൈ ഡൈവിംഗ് സാഹസികർക്ക് ആകാശച്ചാട്ടത്തിന്റെ അനുഭവം കപ്പലിൽ ആസ്വദിക്കാനുള്ള സിമുലേറ്റർ. ഇതെല്ലാം ക്വാണ്ടം ഓഫ് സീസിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകളാണ്. ഒമാൻ ടൂറിസം മന്ത്രാലയവും വിൽസ്മെൻ ഷിപ്പ് സർവീസുമാണ് കപ്പൽ മസ്കത്തിലെത്തിച്ചത്. 4900 പാസഞ്ചർ ക്യാരി ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1900 ക്രൂ ഉണ്ട്. അത്രയും സൈസും അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഷിപ്പ് ഇതുവരെ ലോകത്തിൽ പണിതിട്ടില്ല. 2014 ആഗസ്റ്റിൽ നീറ്റിലിറക്കിയ ഈ കപ്പലിൽ റെസ്റ്റോറന്റുകൾ മാത്രം 18 എണ്ണമുണ്ട്. കളിക്കാനും കുളിക്കാനും വ്യായാമം ചെയ്യാനും നാടകം കാണാനും ഉല്ലസിക്കാനുമുള്ള സൗകര്യങ്ങൾ വേറെ. ആഡംബരങ്ങളുടെ അവസാന വാക്കായ ഈ കപ്പലിന്റെ അടുത്ത ലക്ഷ്യസ്ഥാനം നമ്മുടെ കൊച്ചിയാണ്. മസ്കത്തിൽ നങ്കൂരമിട്ട ക്വാണ്ടം ഓഫ് സീൽസിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിനു എസ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1.